നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈശ്വരൻ്റെ കാരുണ്യത്താൽ എല്ലാവരുടെയും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുവെന്ന് പ്രത്യാശിക്കുന്നു. ഇനിയും മുന്നോട്ട് സന്തോഷകരമായ അനുഭവങ്ങൾ കൂടുതലായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് കൊല്ലവർഷം 1200 വൃശ്ചിക മാസത്തെ ഫലങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച, അതായത് നവംബർ 16 ശനിയാഴ്ച വൃശ്ചിക 1 ശനിയാഴ്ച രാവിലെ 7:30 സൂര്യൻ വൃശ്ചിക രാശിയിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു മാസം, അതായത് വൃശ്ചികം 30 വരെ സൂര്യൻ ആ രാശിയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. പിന്നെ മറ്റ് ഗ്രഹനിലകൾ നോക്കുമ്പോൾ ശനി കുംഭൻ രാശിയിൽ വക്രം മാറിയിട്ട് നേർഗതിയിലായിട്ടുണ്ട്. വ്യാഴം ഇടവൻ രാശിയിൽ മകയിര നക്ഷത്രത്തിൽ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത്. രാഹു മീനൻ രാശിയിൽ ഉത്രട്ടാതിയിലും കേതു കന്നി രാശിയിൽ ഉത്രം നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ബുധൻ വൃശ്ചികൻ രാശിയിലാണ്. വൃശ്ചികം 16 മുതൽ 26 വരെ ബുധന് വക്രവും മൗഢ്യവും ഉള്ള കാലമാണ്. മൗഢ്യം എന്ന് പറഞ്ഞാൽ സൂര്യനോട് അടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന രശ്മി ബലത്തിൻ്റെ കുറവിനെയാണ് നമ്മൾ മൗഢ്യം എന്ന് പറയുന്നത്. ശുക്രൻ ഇപ്പോൾ ധനുരാശിയിലാണ്. ചൊവ്വ നീചരാശിയായ കർക്കടകൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. വൃശ്ചികം 30 ഞായറാഴ്ച രാത്രിയിൽ സൂര്യൻ ധനു രാശിയിലേക്ക് സംക്രമിക്കും. ഇതാണ് നമ്മുടെ നിലവിലുള്ള ഗ്രഹനിലകൾ. വളരെ ചുരുക്കത്തിൽ നമുക്ക് ഓരോ നക്ഷത്രക്കാരുടെയും കാര്യങ്ങൾ നോക്കി പോകാം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഇതിന് തൊട്ടു മുമ്പുള്ള അധ്യായങ്ങളിൽ ശനിയുടെ വക്രഗതി മാറിയിട്ട് നേർഗതിയിലായപ്പോഴുള്ള അനുഭവങ്ങൾ പറഞ്ഞു. അതും ഇതുമായിട്ട് ചില കാര്യങ്ങളിൽ പൊതുവേ എല്ലാം ഒരുപോലെയാണ്, പക്ഷേ നേർഗതിയിൽ വരുമ്പോഴുണ്ടാകുന്ന കാര്യങ്ങൾ ഏതാനും മാസങ്ങളിലേക്കുള്ളത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഈ 30 ദിവസത്തേക്കുള്ള ഫലമാണ് പറയുന്നത്. ഓരോ നക്ഷത്രക്കാരുടെയും പ്രത്യേക ഫലം എന്ന് തന്നെ പറയാം. വളരെ ചുരുക്കമായിട്ടാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇത് തമ്മിലൊരു ചെറിയ വ്യത്യാസം വരാനുള്ള കാരണം, ദീർഘകാല ഫലം എടുക്കുമ്പോൾ നമ്മൾ ഈ ബുധൻ ശുക്രൻ തുടങ്ങിയവയുടെ ഫലം ഒരുപാട് അങ്ങോട്ട് കണക്കാക്കാൻ പറ്റില്ല. കാരണം ഏതാനും ദിവസങ്ങളല്ലേ ഒരു രാശി നിൽക്കുകയുള്ളൂ. പക്ഷേ മാസഫലം എടുക്കുമ്പോൾ ബുധൻ്റെയും ശുക്രൻ്റെയും ചലനം കൂടെ കണക്കിലെടുത്തേ പറ്റുള്ളൂ. അതിൻ്റെ വക്രവും മൗഢ്യവും ഒക്കെ നമ്മൾ നോക്കേണ്ടിയുണ്ട്. അതുകൊണ്ട് അല്പസ്വല്പം വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം എന്നുള്ളത് ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് അശ്വതി നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. അവർക്ക് വ്യാഴം ശനി ശുക്രൻ ബുധൻ ഈ ഗ്രഹങ്ങളെല്ലാം അനുകൂലമാണ്. വ്യാഴം അവർക്ക് 2ാം ഭാവത്തിലാണ്. ശനിയാണെങ്കിൽ 11-ലാണ്. അപ്പോൾ അങ്ങനെ പൊതുവേ അനുകൂലമാണ്. ഈ മേടക്കൂറിൽ വരുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് സാമാന്യമായ നേട്ടങ്ങളും ധനലാഭവും ഒക്കെ ഉണ്ടാകും. പുതിയ പ്രോജക്റ്റുകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കുടുംബകാര്യങ്ങളിൽ അല്പം സ്വസ്ഥത കുറയുന്നതാണ്. 4ാം ഭാവത്തിലാണ്, നീചത്തിലാണ് ഈ മേടം രാശിയുടെ അധിപനായ ചൊവ്വ സഞ്ചരിക്കുന്നത്. അപ്പം അശ്വതി ചൊവ്വയുടെ ക്ഷേത്രമായ മേടത്തിൽ വരുന്നത് കൊണ്ട് ഈ ചൊവ്വയുടെ നീചാവസ്ഥ കൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. വീട്ടിലെ ഐക്യം കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സൂര്യൻ 8-ലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ കാര്യങ്ങളിൽ ഒരല്പം എതിർപ്പൊക്കെ ഉണ്ടായേക്കാം. മാതാവിൻ്റെയും പിതാവിൻ്റെയും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരും മേടക്കൂറിലാണ് ഉൾപ്പെടുന്നത്. അവർക്ക് ശുക്രൻ ധനുരാശിയിലാണ്. നക്ഷത്രനാഥൻ ആയ ശുക്രൻ ധനുരാശിയിലാണ്. ഭാഗ്യാനുഭവങ്ങളുണ്ടാകും. കുറേ സുഖഭോഗങ്ങളും കുറച്ച് ആഡംബരങ്ങളൊക്കെ അനുഭവിക്കാനുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ ധനം ലഭിക്കാനുള്ള സാധ്യതയും ഭരണി നക്ഷത്രക്കാർക്കുണ്ട്. നറുക്കെടുപ്പിലോ ലോട്ടറിയിൽ നിന്നൊക്കെ ധനലാഭം ഉണ്ടാകാം. ചിട്ടിയിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാകാം. അവർക്കും ശനി 11ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. വ്യാഴം 2-ലാണ് സഞ്ചരിക്കുന്നത്. പൂർവിക സ്വത്തുക്കളിൽ നിന്ന് ആദായം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും എന്ന് പറഞ്ഞാൽ ആളുകളെ ആകർഷിക്കാനുള്ള കുറേ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് ഭരണരംഗത്തിരിക്കുന്നവർ, അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് സാമൂഹിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ, അവർക്ക് അവരുടെ വാക്കുകൾ ഫലപ്രദമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ സൂര്യൻ 8-ലായതുകൊണ്ട് പൂർണ്ണമായിട്ട് പവർ ഉപയോഗിക്കാൻ പറ്റില്ല. പവർ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടും. താഴെയുള്ള ആൾക്കാർ ചിലപ്പോഴൊക്കെ നമ്മളെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മേലധികാരികൾക്ക് നമ്മളോട് അത്ര തൃപ്തി ഉണ്ടായിരിക്കുകയില്ല. വീട്ടിൽ ഒരല്പസ്വല്പം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. വാഹനം ഉപയോഗിക്കുന്നതിൽ ഭരണി നക്ഷത്രക്കാർ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്രം 2 കൂറിലായിട്ടാണ് വരുന്നത്. മേടക്കൂറിൽ ആദ്യ പാദവും ബാക്കി 3/4 ഭാഗം ഇടവക്കൂറിലുമാണ്. മേടക്കൂറുകാരായ കാർത്തിക നക്ഷത്രക്കാർക്ക് സൂര്യൻ 8-ലാണ്. അതിൻ്റേതായ
അധികാര രംഗത്തും ഒക്കെ അല്പം ബുദ്ധിമുട്ടുണ്ടാകും ജോലിയിലൊക്കെ. ഇടവക്കൂറുകാരായ കാർത്തിക നക്ഷത്രക്കാർക്ക് സൂര്യൻ 7-ലാണ് സഞ്ചരിക്കുന്നത്. അവർക്ക് പല സമ്മർദ്ദങ്ങളും ഉണ്ടാകും. പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ഇടപാടുകളിലൊക്കെ തർക്കങ്ങളോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടായേക്കാം. പിന്നെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ശ്രമിക്കേണ്ട അവസ്ഥകൾ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് പല പല ചോദ്യങ്ങൾ അണികളിൽ നിന്ന് നേരിടേണ്ടി വരും. പിന്നെ കുടുംബത്തിൽ മേടക്കൂറുകാരായ കാർത്തിക നക്ഷത്രക്കാർക്ക് കുടുംബത്തിലെ സ്വസ്ഥത അല്പം കുറയുന്നതാണ്. ഇടവക്കൂറുകാർക്ക് അത്രയും തന്നെ ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല. ഇടവക്കൂറുകാർക്ക് വസ്തു വാങ്ങാനോ വീട് വയ്ക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വസ്തു വിറ്റിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് ആ ധനം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നവർക്ക് അതിനും സാധ്യതയുണ്ട്. സഹോദര ഗുണം ഉണ്ടാകും ഇടവക്കൂറുകാർക്ക്. പിന്നെ മേടക്കൂറുകാരായ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് മനക്ലേശം അല്പം കൂടുതലായിരിക്കും. അടുത്ത രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ബിസിനസ്സിൽ ഒരല്പം അലച്ചിലുകളുണ്ടാകും. വ്യാപാര രംഗത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ, സമ്മർദ്ദങ്ങളൊക്കെ നേരിടേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ ഈ സ്ഥലം മാറ്റം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യതയില്ല. വിവാഹിതർക്ക് അവർ തമ്മിൽ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഒരു വിട്ടുവീഴ്ച മനോഭാവം ആവശ്യമാണ്. ബന്ധുഗുണവും സഹോദര ഗുണവും ഒക്കെ കിട്ടുന്ന കാലമാണ്. പിന്നെ കടബാധ്യത അല്പം കുറയ്ക്കാനായിട്ട് അവർക്ക് സാധിക്കും. നന്നായിട്ട് ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നുള്ളതാണ് ഈ ഒരു മാസം ശ്രദ്ധിക്കേണ്ടത്. ഈ ജന്മരാശിയിലെ വ്യാഴം ഈ രോഹിണി നക്ഷത്രത്തിലേക്ക് വക്രഗതിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോഗ്യം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റ് ഗ്രഹാവസ്ഥകൾ അത്ര ദോഷകരമല്ല. കാരണം ഇടവക്കൂറിൻ്റെ അധിപനായ ശുക്രനിപ്പം തൻ്റെ രാശിയിലാണ് ഉള്ളത്. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. മകയിരത്തിൻ്റെ രണ്ട് രാശികളിലായിട്ടാണ് വരുന്നത്. ആദ്യത്തേത് ഇടവക്കൂറിലും, ആദ്യത്തെ 30 നാഴികയ്ക്കകത്ത് ജനിച്ചവർ ഇടവക്കൂറിലും, രണ്ടാമത്തെ 30 നാഴിക ജനിച്ചവർ മിഥുനക്കൂറിലുമാണ് വരുന്നത്. ഇടവക്കൂറുകാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. ഈ വീണ്ടും വീണ്ടും പല കാര്യങ്ങൾക്ക് ശ്രമിക്കേണ്ടി വരും എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം പറയാനുള്ളത്. പെട്ടെന്നങ്ങ് കാര്യം സാധിച്ച് കിട്ടുകയില്ല. അതുപോലെ തന്നെ പ്രമോഷന് ഉദ്ദേശിച്ച നമ്മുടെ വീടിനടുത്തേക്കുള്ള സ്ഥലം മാറ്റം ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാർക്ക് അതിന് കാലതാമസം വന്നേക്കാം. പിന്നെ തൊഴിൽ രംഗത്ത് പൂർണ്ണമായി മറ്റുള്ളവരുടെ സഹകരണം കിട്ടുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് നേരിട്ടേക്കാം. അതുപോലെ തന്നെ കുടുംബത്തിൽ ഒരല്പം ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടായേക്കാം. ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ മക്കളോ അടുത്ത ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ നമ്മളെ ചോദ്യം ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഇതിനെക്കുറികാർക്ക് പൊതുവേ വലിയ ദോഷകരമല്ല. തൊഴിൽ രംഗത്ത് അവർക്ക് കുറച്ചുകൂടെ ഗുണകരമാണ്. കരാർ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണകരമാണ്. സമ്മർദ്ദം അല്പം കുറയും. മനസ്സിൻ്റെ സമ്മർദ്ദമൊക്കെ അല്പം കുറഞ്ഞ് അല്പം ആശ്വാസത്തോടെ ജീവിക്കാൻ സാധിക്കും. പഴയ സുഹൃത്തുക്കളെ കാണാനോ അവരോടൊപ്പം യാത്ര ചെയ്യാനോ ഭക്ഷണം കഴിക്കാനോ ഒക്കെയുള്ള അവസ്ഥ ഉണ്ടാകും. അതിനുള്ള സാഹചര്യം ഉണ്ടാകും. പിന്നെ ഇടവക്കൂറിൽപ്പെട്ടവർക്ക് വസ്തു വാങ്ങിക്കാനോ വീട് സംബന്ധമായ വീട് വയ്ക്കാനോ അല്ലെങ്കിൽ വീടിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്യാനോ അതിനൊക്കെ സാധിക്കും. വാഹനം വാങ്ങിക്കാൻ ചിലപ്പോൾ സാധിക്കും. അവർക്ക് ആ രീതിയിൽ ഗുണകരമാണ്. ആസ്തികൾ സൃഷ്ടിക്കുന്നതിന് ഗുണകരമാണ്. എന്നാലും ഇതിനെക്കുറികാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒരു കാലഘട്ടത്തിൽ അവരുടെ പെരുമാറ്റം ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറേയേറെ എതിർപ്പുകൾ അവർക്ക് നേരിടേണ്ടി വരാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് ഗുണകരമാണ്. സാമൂഹ്യ രംഗത്ത് അല്ലെങ്കിൽ കുടുംബത്തിലെ ചില ബന്ധുക്കളുമായിട്ടൊക്കെയാണ് തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അടുത്ത തിരുവാതിരയാണ്. തിരുവാതിരക്കാർക്ക് സൂര്യൻ 6-ാം ഭാവത്തിലാണ്. അത് അനുകൂലമാണ്. പാപഗ്രഹങ്ങൾക്ക് 6-ാം ഭാവം ഗുണകരമാണ്. അതുകൊണ്ട് തന്നെ ജോലിയിൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രമോഷൻ കിട്ടാം, അല്ലെങ്കിൽ ശമ്പള വർധനവ്, ഇൻക്രിമെൻ്റൊക്കെ കിട്ടാം. നേരത്തെ കുറേ കാലമായിട്ട് പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനക്കയറ്റം, അതുപോലെ തന്നെ ഉദ്ദേശിച്ച സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം, ഇതിലേതെങ്കിലുമൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ചിലപ്പോൾ രണ്ടും കൂടെ കിട്ടും സൂര്യൻ ഗുണകരമാണെങ്കിൽ. വ്യാപാരത്തിലും വ്യവസായത്തിലുമൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണകരമാണ്. അവർക്ക് അധികാര സ്ഥാനങ്ങളുമായിട്ട് അടുത്ത ബന്ധം പുലർത്താൻ സാധിക്കും. ഉപഭോക്താക്കളുമായിട്ട് നല്ല ബന്ധം പുലർത്താം. ബിസിനസ് കുറച്ചുകൂടെ അവരുടെ പരസ്യങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെടും. സംഭാഷണത്തിൽ ശ്രദ്ധ പുലർത്തണം. വാക്കിൻ്റെ ഭാവത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്, 2-ലാണ്. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ പരുഷമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ലാഭമൊക്കെ കൂടുമ്പോഴത്തേക്കും പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഒരല്പം ജാട ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരല്പം
തലക്കനം ഉണ്ടാകുക എന്ന് പറയാം. അപ്പോൾ അതൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. കാരണം ബിസിനസ്സിൽ നമ്മൾ നയമാണല്ലോ എപ്പോഴും പ്രധാനം. എന്നാൽ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിൽ നല്ല വിദഗ്ധമായിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. ആത്മീയമായ കാര്യങ്ങളിൽ മുൻകൈ എടുക്കുകയും അതിലൂടെ സമൂഹത്തിൻ്റെ അംഗീകാരം നേടിയെടുക്കുകയും ചെയ്യും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പലതും ചെയ്യും. അങ്ങനെ നമ്മുടെ സഞ്ചിത പാപങ്ങളിലൊക്കെ കുറവ് വരും. എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാലമാണ്. ദാമ്പത്യ ബന്ധത്തിൽ ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ വലിയ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. പിന്നെ പാരമ്പര്യ സ്വത്തുക്കളൊക്കെ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലവുകൾ ഒരല്പം നിയന്ത്രിച്ച് പോകുന്നതാണ് നല്ലത്. വ്യാപാരത്തിലുള്ളവർ എപ്പോഴും അമിത ചിലവുകൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക. അതിന് ഓരോ പോർഷനായിട്ട് മാറ്റി വെക്കുക. അപ്പോർഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ പരസ്യത്തിന് ഇത്ര, ഓരോ സാധനങ്ങൾ വാങ്ങിക്കാൻ ഇത്ര, ശമ്പളം ഇത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ പാർട്ടായിട്ട് നമ്മൾ ആ വരവും ചിലവുമൊക്കെ എഴുതി വെക്കണം. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിൽ ഒരു ധാരണ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് വ്യാപാരമൊക്കെ ഗുണകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. അടുത്ത പുണർന്ന നക്ഷത്രമാണ്. അവർക്ക് പ്രവർത്തന മേഖലയിൽ മികവ് പുലർത്താൻ കഴിയുന്ന ഒരു സമയമാണ്. ജോലി ലഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ജോലി കിട്ടും. അതുപോലെ തന്നെ ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതും സാധിക്കുന്നതാണ്. ജോലിയോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ സൈഡ് ബിസിനസ്സുകൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. പക്ഷേ അലച്ചിലുകൾ അല്പം കൂടുതലായിരിക്കും. ജോലി കൂടുതൽ സമയം ഓവർ ടൈമൊക്കെ ചെയ്യുന്നത് കൊണ്ട് ശാരീരികമായിട്ടൊരല്പം ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം. കരാർ പണികളിൽ നിന്ന് നല്ല ലാഭം കിട്ടുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരാഗ്രഹിക്കുന്ന കോഴ്സുകൾക്ക് പ്രവേശനം കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. പ്രണയിക്കുന്നവർക്ക് അത്ര ഗുണകരമായ കാലഘട്ടമല്ല. ബന്ധുക്കളുടെ ഇടപെടലിൽ മനപ്രയാസം ഉണ്ടാക്കിയേക്കാം. പിന്നെ കുറേ നല്ല കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യാനായിട്ട് സാധിക്കും. ഗ്രഹനില എങ്ങനെയാണ്? പുണർന്ന നക്ഷത്രക്കാർക്ക് വേണമെന്ന് വെച്ചാൽ കുറേയേറെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു മാസമാണിത്. അടുത്ത പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് വ്യാഴം അനുകൂല ഭാവത്തിലാണ്. അവർക്ക് കുറേയേറെ നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. സാമ്പത്തികമായ മെച്ചമൊക്കെ ഉണ്ടാകും. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നിന്ന് നല്ല അംഗീകാരം കിട്ടും. ചുറ്റുമുള്ള ആൾക്കാരും പൊതുജനങ്ങളുമൊക്കെ നമ്മളെ അംഗീകരിക്കും. നമ്മുടെ ആശയങ്ങൾ അംഗീകരിക്കപ്പെടും. സൂര്യൻ 5-ലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകൾ ഒരല്പം ചിതറിയ രീതിയിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വേറൊരു കാര്യത്തിലേക്ക് പോകും. അത് കുറച്ച് നേരം അതിലേക്ക് എൻഗേജ്ഡ് ആകും. അപ്പം വേറൊരു കാര്യം ചിന്തിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ട് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടും. എന്നാൽ വലിയ പരാജയമൊന്നും ഉണ്ടാകുകയില്ല. അത് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. 5-ൽ സൂര്യൻ അത്ര അനുകൂല സ്ഥാനമല്ല എങ്കിൽ പോലും അവർക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ മനസ്സിങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കും. കുറേയേറെ കഷ്ടപ്പാടുകൾ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. ഔദ്യോഗിക യാത്രകളിൽ അലച്ചിലുകളുണ്ടാകും. കാരണം ഈ പൂയ നക്ഷത്രത്തിൽ കൂടെ ചൊവ്വ സഞ്ചരിക്കുന്നത് ഒരു പ്രശ്നം കൂടെ അവർക്ക് നേരിടേണ്ടതുണ്ട്. അതത്ര ഗുണകരമല്ല. കാരണം പൊട്ടിത്തെറിക്കുന്ന ഒരു രീതി ഈ സമയത്ത് ഉണ്ടാകാം. ജന്മനക്ഷത്രത്തിൽ കൂടെ ചൊവ്വ സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മറ്റുള്ളവരുമായിട്ട്, പ്രത്യേകിച്ച് മേലധികാരികളുമായിട്ട്, നമ്മളെക്കാൾ ഉന്നത പദവിയിലിരിക്കുന്നവരുമായിട്ട്, സാധാരണക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ പോലും ഒരു മര്യാദ പാലിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ആ മനസ്സിങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഓടി നടക്കുന്നത് കൊണ്ട് പൊട്ടിത്തെറിക്കുന്ന ഒരു രീതി ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിലും സംയമനം പാലിക്കുക വാക്കുകളിൽ. പിന്നെ ബുദ്ധിപരമായ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. ഒരല്പം ചിന്തിച്ചിട്ട് മാത്രം കാര്യങ്ങൾ തീരുമാനമെടുക്കുക. എടുത്തുചാട്ടത്തിനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ദുഷ്പ്രേരണകൾ ഉണ്ടാകാം. അതായത് വഴിവിട്ട പ്രവർത്തനങ്ങൾക്കൊക്കെ പോകാനുള്ള ഒരു പ്രേരണ ഉള്ളിൽ നിന്ന് ഉണ്ടാകാം. അതിനെ ഒന്ന് അടിച്ചമർത്തുക. പ്രാർത്ഥനകളിലൂടെ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. കുടുംബജീവിതത്തിൽ സാമാന്യം സംതൃപ്തി അനുഭവപ്പെട്ടിരുന്ന ഒരു കാലമാണ്. ഗവേഷണ രംഗത്തൊക്കെ ഉള്ളവർക്ക് ഒരല്പം ബുദ്ധിമുട്ടുകൾ ഗൈഡുകളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മേലധികാരികളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരല്പം ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നേക്കാം. അടുത്ത ആയില്യ നക്ഷത്രമാണ്. അവർക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ചുമതലകൾ ഏൽപ്പിക്കുന്നതൊക്കെ കൃത്യസമയത്ത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. രാഷ്ട്രീയമായിട്ട് നല്ല പിടിപാട് ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ്. ഏജൻസി പ്രവർത്തനം, ഡീലർഷിപ്പ് തുടങ്ങിയ കമ്മീഷൻ പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള വ്യാപാരങ്ങളൊക്കെ വളരെ ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട് ഈ മാസം അനുഭവപ്പെടാൻ ഇടയില്ല. നല്ല നിക്ഷേപങ്ങളൊക്കെ നടത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. എപ്പോഴും വിദഗ്ധരുടെ ഉപദേശം തേടിയിട്ട് മാത്രമേ നിക്ഷേപങ്ങൾ ചെയ്യാവുള്ളൂ.
എപ്പോഴാണെങ്കിലും. നല്ല കാലമാണ്, അതുകൊണ്ട് കുറേ പൈസ വാരി ചിലവഴിച്ചേക്കാമെന്ന് വിചാരിക്കരുത്. ചില ഷെയറുകളിൽ ചില ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട്, അതിനെപ്പറ്റി പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു മികവ് അല്ലെങ്കിൽ നല്ല ഒരു റിട്ടേൺ അതിൽ നിന്ന് കിട്ടുന്നതാണ്, നല്ലൊരു ലാഭം അതിൽ നിന്ന് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഈ ചില ചെറിയ ഷെയറുകളൊക്കെ ഉണ്ടല്ലോ, പെന്നി സ്റ്റോക്ക് എന്ന് പറയുന്നത്, അപ്പോൾ അതിലൊക്കെ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര റോക്കറ്റ് പോലെ പൈസ അതിൻ്റെ വില കയറി വരുന്നതൊക്കെ നമുക്ക് കാണാം. പക്ഷേ അത് വാങ്ങിക്കാനൂടെ ആൾ വേണ്ടേ വിൽക്കുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മൾ ഈ ഷെയർ കണ്ടുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എടുത്തിയാടി ഒന്നും ചെയ്യരുത്. എപ്പോഴും ഒരു കമ്പനിയുടെ ഷെയറിൽ നിക്ഷേപിക്കുമ്പോഴോ അല്ലെങ്കിൽ ഗോൾഡ് ഫണ്ടുകളുണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ നിക്ഷേപിക്കുമ്പം ഏറ്റവും ലാഭകരമായത് ഏതാണ്, അതുപോലെ തന്നെ ഏറ്റവും നല്ല റിട്ടേൺ കിട്ടുന്നത് ഏതാണ്, അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് വിദഗ്ധരോട് ചോദിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് സാധിക്കും. പിന്നെ കേസുകളും വഴക്കുകളൊന്നും ഉണ്ടാക്കാൻ ഈ സമയം അനുയോജ്യമല്ല. കലാപ്രവർത്തനത്തിന് ഒരല്പം മങ്ങലുണ്ടാകും, തിരക്ക് ഉണ്ടാകും. അപ്പം കലാപ്രവർത്തനം നടത്താനായിട്ട് ഒരല്പം ബുദ്ധിമുട്ട് നേരിടും. പിന്നെ BP, ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. അതായത് രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ആഹാര കാര്യത്തിൽ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചോളുക. അടുത്ത മകം നക്ഷത്രമാണ്. അവർക്ക് സമൂഹ മാന്യത കിട്ടുന്ന കാലഘട്ടമാണ്. സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് പല വ്യാപാരങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ വ്യാപാര രംഗത്തുള്ള സുഹൃത്തുക്കൾ നമ്മളെ സഹായിക്കും. പരസ്പര സഹായ രീതിയിൽ ബിസിനസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. പിന്നെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. ഉദ്ദേശിച്ച രീതിയിലുള്ള ജോലി ലഭിക്കണം എന്നില്ല. എഴുത്തുകാർക്കൊക്കെ ഗുണകരമായ കാലഘട്ടമാണ്. കുറേയേറെ യാത്രകൾ ചെയ്യേണ്ടി വരും. ആ യാത്രകളിൽ പലതും ഒരല്പം കാഠിന്യം നിറഞ്ഞതായിരിക്കും. സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ നമ്മളോട് കടം വാങ്ങിച്ച ആൾക്കാർ കൃത്യസമയത്ത് തുക തിരിച്ചടയ്ക്കാത്തത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് മധ്യസ്ഥരൊക്കെ മുഖേന പ്രശ്നം പരിഹരിക്കേണ്ട സാഹചര്യം പോലും എത്തിയേക്കാം. അതൊക്കെ നമുക്ക് അല്പം മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതേസമയത്ത് ജോലിയൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെയൊക്കെ സംബന്ധിച്ച് പരീക്ഷകളിലൊക്കെ മികവ് പുലർത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. ദാമ്പത്യ പ്രശ്നങ്ങൾ ചെറിയ തോതിലൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വീടിന് അറ്റകുറ്റപ്പണികളൊക്കെ നടത്താനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകാം. പൂര നക്ഷത്രക്കാരുടെ ഫലം നോക്കുമ്പോൾ യുക്തിപൂർവ്വം ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. ഏതൊരു കാര്യത്തിലും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിശോധിച്ച് കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാകും. എടുത്തു ചാടാതെ കുറേയൊക്കെ വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് കാര്യങ്ങൾ നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകാം. വ്യാപാര രംഗത്തും അതുപോലെ മറ്റ് നയപരമായ കാര്യങ്ങൾ ചെയ്യേണ്ട രംഗത്ത്, നയപരമായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിലുള്ള നയം മുതൽ വ്യക്തികൾ തമ്മിലുള്ള നയം വരെ, അതുപോലെ തന്നെ കേസുകൾ കൈകാര്യം ചെയ്യുന്നവർ, വക്കീലന്മാർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഈ തർക്കങ്ങൾ നയപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ആൾക്കാരൊക്കെ, അവർക്കൊക്കെ ഗുണകരമായ കാലഘട്ടമാണ്. ഈ സമയത്ത് തൊഴിൽ മാറാൻ അത്ര അനുകൂലമല്ല. പുതിയ ജോലി പെട്ടെന്ന് കിട്ടണം എന്നില്ല. എന്നാൽ ജീവിതത്തിൽ സാമാന്യമായ എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതുമാണ്. 12ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് അധിക ചെലവിന് കാരണമായേക്കും. ആ ചെലവ് മുഖേന ചിലപ്പം ദാമ്പത്യത്തിലൊരു വഴക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുപ്രവർത്തനം നടത്താനായിട്ട് സാധിക്കും. പക്ഷേ പൊതുപ്രവർത്തനത്തിൽ നമുക്ക് എതിരാളികളെ നേരിടേണ്ടി വരും. അതായത് നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ അതിൻ്റെ ദോഷങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ പൊങ്ങി വരും. അപ്പോൾ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ നല്ലത് ഉദ്ദേശിച്ച് ചെയ്തിട്ട് ഇത് വന്നല്ലോ എന്നൊക്കെ. അങ്ങനെയൊന്നും വിഷമിക്കേണ്ട. ഈ കാലത്ത് ഇതൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ 5ലാണ് ശുക്രൻ. അതുകൊണ്ട് തന്നെ കലാപരമായ പ്രവർത്തനങ്ങൾക്കും എഴുത്ത്, കവിത തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഗുണകരമായ കാലഘട്ടമാണ്. അതുപോലെ നൃത്തം, സംഗീതം ഇതൊക്കെ പോഷിപ്പിക്കാനായിട്ട് സാധിക്കും. ഉത്തര നക്ഷത്രക്കാരുടെ ഫലം നോക്കുമ്പോൾ അനുകൂലമായ കുറേയേറെ അനുഭവങ്ങളുണ്ടാകും. കന്നിക്കൂറുകാർ ജോലിക്ക് ശ്രമിച്ചാൽ പെട്ടെന്ന് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നിലവിലുള്ള ജോലിയിൽ തുടരുന്നതാണ് കൂടുതൽ ഗുണകരം. കരാറുകളൊക്കെ കിട്ടും. സർക്കാർ ലെവലിൽ നിന്നുള്ള കരാറുകളൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. നല്ല ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. എന്നാൽ അശ്രദ്ധയുണ്ടായാൽ അത് വലിയ അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചാടുന്നതാണ്. എഗ്രിമെൻ്റ് വെക്കുമ്പോഴും പണം കൈമാറുമ്പോഴുമൊക്കെ കൃത്യമായ രേഖകൾ സൂക്ഷിക്കേണ്ടതാണ്.
കാര്യസാധ്യം നടത്താൻ വേണ്ടിയിട്ട് കുറേയേറെ അലച്ചിലുകൾ ഉണ്ടായേക്കാം. വീട് വിട്ട് നിൽക്കേണ്ട സാഹചര്യമൊക്കെ വ്യാപാരികൾക്ക് ഉണ്ടായേക്കാം. കന്നിക്കൂറുകാർക്ക് ഔദ്യോഗിക രംഗത്ത് നല്ല രീതിയിൽ ശോഭിക്കാനായിട്ട് സാധിക്കും. ഉത്തരം 2 കൂറിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ ഒരു കാൽഭാഗം ചിങ്ങക്കൂറിലും ബാക്കി 3/4 ഭാഗം കന്നിക്കൂറിലുമാണ് വരുന്നത്. അപ്പം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളമാണ് ജോലി കിട്ടാൻ ഒരല്പം ബുദ്ധിമുട്ട്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഔദ്യോഗികമായിട്ട് ഗുണകരമാണ്. വീട്ടിലും നല്ല സമാധാനം അവർക്ക് കിട്ടുന്നതാണ് കന്നിക്കൂറുകാർക്ക്. വാഹനം വാങ്ങാനും സാധിക്കും. പക്ഷേ കന്നിക്കൂറിലൊരു പ്രശ്നമുള്ളത് എന്താണ്? കേതു ഈ നക്ഷത്രത്തിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്. കേതു ഉത്തര നക്ഷത്രത്തിൽ കൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യത്തിന് ഒരല്പം ബുദ്ധിമുട്ടുണ്ടായേക്കാം. അതുപോലെ തന്നെ തർക്കങ്ങൾ, മുതിർന്നവരുമായിട്ടുള്ള തർക്കങ്ങൾ എന്നുവെച്ചാൽ പ്രായമായവരുമായിട്ടുള്ള, അതൊന്ന് ശ്രദ്ധിച്ചോളുക. ഒരിക്കലും നമ്മൾ അതിര് വിട്ട് സംസാരിക്കരുത്. മര്യാദ വിട്ട് ആരോടും സംസാരിക്കാതിരിക്കുക. ബന്ധുവാണെങ്കിലും ശത്രുവാണെങ്കിലും ആരോടാണെങ്കിലും നമ്മൾ മാന്യത കീപ്പ് ചെയ്ത് മാത്രം സംസാരിക്കുക. കാരണം ഈ ആയുധം കൊണ്ട് മുറിവ് ഏൽപ്പിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് വാക്കുകൾ കൊണ്ടുള്ള മുറിവ് എന്നാണ് പറയുന്നത്. അത് ക്യൂർ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. അടുത്ത അത്ത നക്ഷത്രം നോക്കുമ്പോൾ ആദിത്യൻ അനുകൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഔദ്യോഗിക രംഗത്ത് ഗുണപരമായ മാറ്റം ഉണ്ടാകും. അതുപോലെ തന്നെ കേതു അത്ത നക്ഷത്രത്തിൽ നിന്ന് മാറിയതും അവർക്ക് ഗുണകരമായിട്ട് വരും. കാരണം കേതു പുറകോട്ടാണല്ലോ സഞ്ചരിക്കുന്നത്. രാഹുവും കേതുവും പുറകോട്ടാണ്. അപ്പം അത്തത്തിൽ നിന്ന് ഉത്തരത്തിലേക്കാണ് കേതു വരുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ ഗുണകരമാണ്. പഠനം നല്ല രീതിയിൽ പോവും. ഗവേഷണം നടത്തുന്നവർക്ക് നല്ല റിസൾട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ശാസ്ത്രരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. ഭൂമി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ അനുകൂല തീരുമാനം ഉണ്ടാകുന്നതാണ്. പിതൃസ്വത്ത്, മാതൃസ്വത്തൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് സാധിച്ചു കൊടുക്കുന്നതുകൊണ്ട് മേലധികാരികൾക്ക് നമ്മുടെ മേൽ പ്രീതി ഉണ്ടാകും. വ്യാപാരികളെയൊക്കെ സംബന്ധിച്ച് നല്ല ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. പുതിയ മേഖലകളിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കാനും അവർക്ക് സാധിക്കും. പുതിയ വരുമാന സ്രോതസ്സുകളൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും എല്ലാവർക്കും. ജോലിയോടൊപ്പം തന്നെ മറ്റൊരു വരുമാന സ്രോതസ്സ് കൂടെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. കർമ്മരംഗത്ത് എതിർപ്പുകളൊക്കെ ഉണ്ടായാലും അവയൊക്കെ അടിച്ചമർത്താനായിട്ട് സാധിക്കുന്നതാണ്. മേലധികാരികളായിട്ട് ഉന്നത പദവിയിലൊക്കെ ഇരിക്കുന്നവർക്ക് താഴെ നിന്ന് ചെറിയ എതിർപ്പുകളൊക്കെ ഉണ്ടാകാം. ഒന്ന് ശ്രദ്ധിച്ചോളുക, അശ്രദ്ധ പാടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചിത്തിര 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. പകുതി കന്നിക്കൂറിലും പകുതി തുലാക്കൂറിലും. ഈ ചിത്തിര നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദശാനാഥൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. മകയിരം ചിത്തിര വിട്ട നക്ഷത്രങ്ങളുടെ ദശാനാഥൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. തുടക്കം ജനിക്കുന്നത് ചൊവ്വാദശയിലാണ്. അപ്പോൾ ചൊവ്വ നീച രാശിയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അതായത് നക്ഷത്ര ദശാനാഥൻ നീചരാശിയിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റണം എന്നില്ല. കുറേയേറെ തടസ്സങ്ങളൊക്കെ നേരിട്ടേക്കാം. ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ഒളിഞ്ഞോ തെളിഞ്ഞോ ഒക്കെ ഉണ്ടാകും. അല്പം ബുദ്ധിമുട്ടും ഉണ്ടാക്കും. ഭൂമി സംബന്ധിച്ച തർക്കങ്ങളുണ്ടാകാം. കന്നിക്കൂറുകാരായ ചിത്തിര നക്ഷത്രക്കാർക്ക് കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. പുതിയ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് അല്പം നേട്ടങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ ജോലിയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർക്ക് അംഗീകാരമൊക്കെ ലഭിക്കാം. മേലധികാരികളിൽ നിന്ന് നല്ല സമീപനമാണ് ഉണ്ടാകുന്നത്. തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്ന കാലഘട്ടമാണ്. നമ്മൾ മനസ്സറിയാത്ത കാര്യത്തിന് പോലും ആരോപണം നേരിടേണ്ടി വന്നേക്കാം. ചെലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൂർണ്ണമായും ഗുണകരമല്ല. അവർക്ക് മനസ്സിനെ വിഷമിപ്പിക്കുന്ന അല്ലെ പ്രകോപിപ്പിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്ത ചോതി നക്ഷത്രമാണ്. അവർക്ക് 8ലാണ് വ്യാഴം. അത് ഗുണകരമല്ല, അഷ്ടമ വ്യാഴമാണ്. ബുധൻ 2ലാണ് സഞ്ചരിക്കുന്നത്. അവർക്ക് ഈ അധ്യാപന ജോലി, വക്കീൽ ജോലി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണകരമാണ്. ഒന്നിലേറെ വിഷയങ്ങൾ പഠിക്കാനും അതിലൊക്കെ പ്രാഗൽഭ്യം നേടാനും സാധിക്കും. ഇല്ലെങ്കിൽ നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പഠിക്കാനായിട്ട്, പുതിയൊരു കാര്യം പഠിക്കാനായിട്ട് സാധിക്കും. ജോലി അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയോടൊപ്പം തന്നെ അഡീഷണലായിട്ടൊരു ജോലി കൂടെ ചെയ്യാൻ സാധ്യതയുണ്ട്. സംഘടനാ തിരഞ്ഞെടുപ്പുകളിൽ നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടണമെന്നില്ല, പൂർണ്ണമായും സപ്പോർട്ട് കിട്ടണമെന്നില്ല. നമ്മുടെ നിലപാടുകൾ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടും.
സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയൊക്കെ സഹകരണം ഉണ്ടാകും. പക്ഷേ അനുയായികളുടെ സഹകരണം ഉണ്ടാകണമെന്നില്ല. ഇത് രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ടല്ലോ. സുഹൃത്തെന്ന് പറയുമ്പോൾ നമ്മുടെ ഈക്വൽ റാങ്കിലുള്ളവരാണ്. അനുയായി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന എന്താണ്, നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കുമെന്നാണ്. അത് ചിലപ്പം ഉണ്ടാകണമെന്നില്ല. പിന്നെ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുകയില്ല. പക്ഷേ ചിലവ് വർദ്ധിക്കും. വരവിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകുകയില്ല, ചിലവ് അല്പം കൂടും. പലതവണ ശ്രമിച്ചാൽ മാത്രമാണ് പല കാര്യങ്ങളും സാധിച്ചു കിട്ടുക. വീട് നിർമ്മിക്കാനായിട്ട് തുടക്കമിടാൻ സാധ്യതയുണ്ട്. തുലാക്കൂറിലും വൃശ്ചികക്കൂറിലുമായിട്ട് വരുന്ന നക്ഷത്രമാണ് വിശാഖം എന്ന് പറയുന്നത്. അടുത്തത് വിശാഖമാണ്. അപ്പം വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സമ്മിശ്ര ഫലങ്ങളാണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖ നക്ഷത്രക്കാർക്ക് വ്യാഴവും കേതുവും ശുക്രനും അനുകൂലമായിട്ടാണ്. അതുകൊണ്ട് മനസ്സമാധാനവും കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ജോലി ലഭിക്കാം. കുറച്ച് പ്രയത്നം വേണ്ടി വരുമെങ്കിൽ പോലും നല്ല ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചെറിയ ജോലി ചെയ്തുകൊണ്ടിരുന്നവർക്ക് കുറച്ചുകൂടെ ഉയർന്ന ശമ്പളമുള്ള ജോലിയിലേക്ക് പ്രവേശനം കിട്ടാം. നിലവിൽ സർക്കാർ ജോലിയൊക്കെ ഉള്ളവർക്ക് ഇൻക്രിമെൻറ്റുകളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പ്രൊമോഷനും ഉണ്ടാകാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ വിശ്വാസവഞ്ചന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ വളരെ വിശ്വസിച്ച് പല കാര്യങ്ങളും ഷെയർ ചെയ്താൽ അതൊക്കെ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 100% വിശ്വസ്തതയുള്ളവരോട് പോലും ചില കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ ആരോടും ഷെയർ ചെയ്യേണ്ട. കരാർ പണികൾ ഗുണകരമാകും, എന്നാൽ ലാഭം കുറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ കരാർ പണികൾ ഗുണകരമെന്ന് പറഞ്ഞാൽ കരാർ പണികളിൽ നഷ്ടം വരത്തില്ല, വലിയ ലാഭവും ഉണ്ടാകുകയില്ല. ഊഹക്കച്ചവടത്തിൽ വളരെ ജാഗ്രത പുലർത്തണം. അതുപോലെ തന്നെ ചില ആളുകളെ വിശ്വസിക്കുന്നതിലൂടെ അമളി പറ്റാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ നിന്ന് നല്ല പിന്തുണ കിട്ടുന്നതാണ്. പിന്നെ യാത്രകൾ അല്പം ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാക്കും. പക്ഷേ സന്തോഷകരമായിട്ട് യാത്ര ചെയ്യാനൊക്കെ സാധിക്കും. അനിഴം നക്ഷത്രമാണ് അടുത്തത്. അവരുടെ നക്ഷത്രനാഥനായ ശനി ഇപ്പം നേർഗതിയിലേക്ക് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഗുണകരമായ ചില മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകും. പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള സാഹചര്യം ഒത്തുവന്നേക്കാം. മോശം കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ മാറി ജീവിതം പുതിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകും. ചിലവ് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. വാഹനത്തിന് അറ്റകുറ്റപ്പണി വന്നേക്കാം, ധനച്ചെലവുണ്ടാകാം. വീട് നിർമ്മാണം വീണ്ടും ആരംഭിക്കും, അതിലൂടെയും ധനച്ചെലവുണ്ടാകും. കൂട്ടുകച്ചവടത്തിൽ വളർച്ച ഉണ്ടായിത്തുടങ്ങും. എന്ന് പറഞ്ഞാൽ ക്രമാനുഗതമായിട്ട് അത് വികസിച്ച് വരുന്നതാണ്. പുതിയൊരു മേഖലയിലേക്കൊക്കെ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. വിദേശ വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. ആത്മീയമായ കാര്യങ്ങളിലൊക്കെ പങ്കുവഹിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കുറേയേറെ അലച്ചിലുകൾ ഉണ്ടാകും. പൊതുക്കാര്യത്തിനൊക്കെ ഇറങ്ങുന്നതിലൂടെ അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന കാലമാണ്. അതിലൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ശാരീരികമായ ഒരു അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. കുറച്ച് അലച്ചിലുകളും കുറച്ച് യാത്രകളും ഒക്കെ ഉണ്ടായേക്കാം. തൃക്കേട്ട നക്ഷത്രമാണ് അടുത്തത്. അപ്പം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സൂര്യൻ്റെയും ബുധൻ്റെയും സഞ്ചാരം അത്ര ഗുണകരമല്ല. ഉദ്ദേശിച്ച കാര്യം പൂർത്തീകരിക്കാനായിട്ട് പല തവണ ശ്രമിക്കേണ്ടി വരും. ശാരീരികമായിട്ടത്ര ഗുണകരമല്ല. ഭക്ഷണം പൂർണ്ണമായിട്ടും ഗുണകരമാണമെന്നില്ല. വയറ്റിൽ അസുഖമൊക്കെ ഉണ്ടായേക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ല കോഴ്സുകൾക്ക് പ്രവേശനം കിട്ടാൻ സാധ്യതയുണ്ട്. വീടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പുതിയ വീട് വെക്കുന്നവർ നന്നായിട്ട് സമയമൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നതാണ് ഉചിതം. ജോലി ഇപ്പം നിലവിലുള്ളത് മാറാതിരിക്കുന്നതാണ് നല്ലത്. കമ്മീഷൻ ഇടപാട്, ഏജൻസി ഇടപാട്, അതുപോലെ തന്നെ ചെറുകിട ബിസിനസ്സുകൾ, ഇതൊക്കെ ഗുണകരമായിട്ട് വരുന്നതാണ്. പ്രണയ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, പരസ്പരം പ്രണയിക്കുന്ന കമിതാക്കൾക്ക് ഗുണകരമായ അവസ്ഥയാണ്. ശുക്രൻ ഇഷ്ടഭാവത്തിലാണ്. ബുദ്ധിപരമായ കാര്യങ്ങളിൽ, അതായത് ക്വിസ്, എഴുത്ത്, പ്രസംഗം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വളരെ മികവ് പുലർത്താനായിട്ട് സാധിക്കും. ഗവേഷണത്തിലും നല്ല മികവ് പുലർത്താം. കലാരംഗത്ത് ശോഭിക്കാൻ സാധിക്കും. പിന്നെ ഈ താന്ത്രിക കർമ്മങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഈ സമയത്ത് നല്ല രീതിയിൽ അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സാധിക്കുന്ന സമയമാണ്. മൂലനക്ഷത്രമാണ് അടുത്തത്. മൂലനക്ഷത്രം ധനുക്കൂറിലാണ് ഉൾപ്പെടുന്നത്. അവർക്ക് സൂര്യൻ 12ലാണ് സഞ്ചരിക്കുന്നത്.
ചൊവ്വയാണെങ്കിൽ 8-ലുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൂലനക്ഷത്രക്കാർ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ഓരോ കാര്യത്തിലും തീരുമാനമെടുക്കാവുള്ളൂ. പലപ്പോഴും തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ രംഗത്ത്, കർമ്മരംഗത്ത് ഗുണകരമായ കാര്യമുണ്ടാകുകയില്ല. സഹപ്രവർത്തകർ ശത്രുക്കളായിട്ട് പലപ്പോഴും പ്രവർത്തിക്കും. പുറമേ നല്ല സൗഹൃദമൊക്കെ കാണിച്ചാലും പലരും ശത്രുത കാണിക്കും. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകാം. അധ്വാനം വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ള പ്രയാസം ഉണ്ടാകാം. പിന്നെ ധനുക്കൂറിൽ കൂടിയാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രണയിക്കുന്നവർക്ക് ഗുണകരമാണ്. എതിർപ്പുകളൊക്കെ കുറയുന്നതാണ്. കുടുംബജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കുന്നതാണ്. വീട്ടിലെ പ്രായമായവർക്ക് അവർക്ക് പ്രീതികരങ്ങളായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അവരെ ക്ഷേത്രത്തിൽ കൊണ്ടുപോവുക, അല്ലെ പള്ളിയിൽ കൊണ്ടുപോവുക, അവർക്ക് മംഗളകർമ്മങ്ങളിൽ അവരെ കൂടെ പങ്കെടുപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സന്തോഷകരമായിട്ട് അവരുടെ അനുഗ്രഹം കിട്ടുന്നതാണ്. കടബാധ്യതകൾ അല്പം കുറയുന്നതാണ്. നമുക്ക് സ്വർണ്ണമൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതൊന്ന് സൂക്ഷിക്കുക. അടുത്ത പൂരാടം ധനുക്കൂറിലാണ് വരുന്നത്. അവർക്കും 12-ാം ഭാവത്തിൽ ആദിത്യം സഞ്ചരിക്കുന്നതിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടാകാം. പല കാര്യങ്ങളിലും തടസ്സം ഉണ്ടാകാം. നമ്മളറിയാതെ തന്നെ നമുക്ക് ശത്രുക്കൾ സൃഷ്ടിക്കപ്പെടാം. ഒന്നിലേറെ തവണ ശ്രമിച്ച് മാത്രം കാര്യങ്ങൾ സാധിക്കേണ്ട അലച്ചിലുകളുണ്ടാകും. എന്നാൽ ദാമ്പത്യത്തിൽ ഗുണകരമാണ് പൂരാട നക്ഷത്രക്കാർക്ക്. വസ്തു തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് ഒരു പൊട്ടിത്തെറിക്കുന്ന രീതി പ്രവർത്തിക്കുന്നത് കൊണ്ട് കുറേ ശത്രുക്കളെ സമ്പാദിക്കും. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് സാധിക്കും. അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്തിട്ട് കുറേ കാലമായിട്ട് നാട്ടിലേക്ക് വരാനായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതും സാധിക്കുന്നതാണ്. മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതിയിൽ ഗുണകരമായ മാറ്റമുണ്ടാകും. ചികിത്സയൊക്കെ ചെയ്യുന്നവർക്ക് ആ ചികിത്സ ഫലിച്ചു തുടങ്ങും. പിന്നെ സ്വന്തം ആരോഗ്യവും ഇതോടൊപ്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക, അതെപ്പോഴും നോക്കേണ്ടതാണല്ലോ. പിന്നെ നല്ല പ്രാർത്ഥനയും പുലർത്തുക. ഉത്രാടമാണ് അടുത്തത്. ഉത്രാടം 2 കൂറിലായിട്ടാണ് വരുന്നത്. ഉത്രാടത്തിൻ്റെ ആദ്യപാദം ധനുക്കൂറിലും ബാക്കി മകരക്കൂറിലുമാണ്. ആ ധനുക്കൂറുകാർക്ക് ഈ പറഞ്ഞ പോലെയുള്ള തടസ്സങ്ങൾ ഉണ്ടാകാം, രഹസ്യ ശത്രുക്കൾ ഉണ്ടാകാം, ജോലി സ്ഥലത്ത് നിസ്സഹകരണങ്ങൾ ഉണ്ടായേക്കാം, നേട്ടങ്ങളൊക്കെ കുറയും. പക്ഷേ നന്നായിട്ട് പരിശ്രമിച്ചാൽ വ്യാപാരത്തിൽ നിന്ന് ന്യായമായ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷേ അധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നൊക്കെ ദോഷകരമായ പ്രവർത്തനങ്ങൾ ഉണ്ടായേക്കാം. പിന്നെ മകരക്കൂറുകാരായ ഉത്രാട നക്ഷത്രക്കാർക്ക് കുറച്ചുകൂടെ വിജയം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് രാശിനാഥൻ ഇപ്പം മൂലത്രികോണ ക്ഷേത്രത്തിലാണെന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളുണ്ട്. മറ്റ് ഗ്രഹസ്ഥിതി നോക്കുമ്പോഴും അവർക്ക് കുറച്ചുകൂടെ നല്ലതാണ്. ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാൻ ഉദ്ദേശിച്ച പല വസ്തുക്കളും ഈ സമയത്ത് വാങ്ങിക്കാൻ സാധിക്കും. അതുപോലെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും. ശിശു ജനനം കൊണ്ട് അനുഗ്രഹം സിദ്ധിക്കാൻ സാധ്യതയുണ്ട്. സൂര്യൻ നീചം കഴിഞ്ഞ് പുറത്ത് വന്നിരിക്കുകയാണ്. നീചരാശിയിലെ സഞ്ചാരം കഴിഞ്ഞ് പുറത്ത് വന്നിരിക്കുന്നതിൻ്റേതായ ഒരു ഉണർവ് എല്ലാ കാര്യത്തിലും അനുഭവപ്പെടും. ഇവരുടെ നക്ഷത്ര ദശാനാഥൻ എന്ന് പറയുന്നത് ഉത്രാടത്തിൻ്റെ നക്ഷത്ര ദശാനാഥൻ സൂര്യനാണ്. അപ്പോൾ സൂര്യൻ കുറക്കാലമായിട്ട് നീചരാശിയായ തുലാത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം വൃശ്ചികത്തിലേക്ക് വന്നു. അപ്പോൾ അത് ഗുണകരമാണ്. അതുകൊണ്ട് തന്നെ പല ആഗ്രഹങ്ങളും ഈ സമയത്ത് സാധിച്ചു കിട്ടും. സ്ഥല ഇടപാടുകളിലൊക്കെ ജാഗ്രത പുലർത്തേണ്ടതാണ്. ചെറിയ സംരംഭങ്ങളിൽ കൂടെ നല്ല ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. അമിതമായ ആത്മവിശ്വാസം പാടില്ല, എടുത്തിയാട്ടം പാടില്ല. അതുപോലെ തന്നെ സംസാരത്തിൽ മാന്യതയും മര്യാദയൊക്കെ പുലർത്താനായിട്ട് ശ്രദ്ധിക്കുക. ഈ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മകരക്കൂറ് എന്ന് പറയും, മകരൻ രാശി അറിയാമല്ലോ. മകരമത്സ്യം എന്ന് പറയുന്നത് മുതലയുടെ തലയും മത്സ്യത്തിൻ്റെ പിൻഭാഗവും ആയിട്ട് വരുന്ന രാശിയാണ്. ഓരോ രാശിക്ക് ഓരോ സ്വഭാവമുണ്ട്. അപ്പോൾ ഈ കണ്ടമാനം അങ്ങോട്ട് റഫായാൽ ആളുകളങ്ങ് വെറുക്കും. അപ്പോൾ അതുകൊണ്ട് വിജയം നേടിയെന്ന് വിചാരിച്ച് അത് കണ്ടമാനം അങ്ങോട്ട് ഘോഷിക്കേണ്ട എന്നുള്ളതാണ് പറയാനുള്ളത്. എപ്പോഴും നമ്മൾ തന്നെ അങ്ങ് ആസ്വദിക്കുക. നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും മക്കളും അടുത്ത ബന്ധുക്കളുമൊക്കെ ആ വിജയം ആഘോഷിക്കുക. എല്ലാവരെയും അങ്ങ് അറിയിക്കണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ശത്രുക്കളെ സൃഷ്ടിക്കുന്നതായിരിക്കും അതിൻ്റെ ഫലം. തിരുവോണ നക്ഷത്രമാണ് അടുത്തത്. തിരുവോണം നക്ഷത്രക്കാർക്ക് സൂര്യൻ 11-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അത് കർമ്മരംഗത്തിന് വളരെ ഗുണകരമാണ്. സ്വതന്ത്രമായ ചുമതലകൾ ലഭിക്കും. ഭരണം നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ ജോലി ലഭിച്ചേക്കാം.
വിദേശത്ത് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അപേക്ഷിച്ചൊക്കെ ഇരിക്കുന്നവർക്ക് അത് കിട്ടാൻ സാധ്യതയുണ്ട്. വായ്പ, ചിട്ടി, നറുക്കെടുപ്പുകൾ ഇതിലൊക്കെ ലാഭം ഉണ്ടാകാം. വ്യാപാരത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് കുറച്ചുകൂടെ വിപുലീകരിക്കാനായിട്ട് സാധിക്കും. മകരം രാശിയുടെ രാശിനാഥനായ ശനിക്ക് വക്രഗതി മാറിയിട്ട് നേർഗതി വന്നത് ഇവരെ സംബന്ധിച്ച് കുറേ ഗുണകരമായിട്ട് വരും. കുറേ പുതിയ കാര്യങ്ങൾ ആരംഭിക്കാൻ സാധിക്കും. നേരത്തെ ചെയ്ത് പകുതിയിൽ വെച്ചിരുന്ന പല കാര്യങ്ങളും വീണ്ടും പുനരാരംഭിക്കാനായിട്ട് സാധിക്കും. ആരോഗ്യപരമായിട്ട് പ്രത്യേകിച്ച് ഈ ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും അസുഖം വന്നാൽ ഉടനെ ചികിത്സ തേടുക. ജലദോഷമാണ് അല്ലെങ്കിൽ ചെറിയൊരു പനിയേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കാതെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശം ഒന്ന് ടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. കാരണം ഇപ്പം കോവിഡ് പോലുള്ള ഒരുപാട് രോഗങ്ങൾ, സാർക്കോ വൈറസ് രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെച്ചുകൊണ്ടിരിക്കേണ്ട, അത് നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് ഒന്ന് ടെസ്റ്റൊക്കെ നടത്തി നോക്കുക. അടുത്ത അവിട്ടം നക്ഷത്രക്കാരാണ്. അവിട്ടം നക്ഷത്രം 2 കൂറിലായിട്ടാണല്ലോ വരുന്നത്. ആദ്യത്തെ പകുതി മകരക്കൂറിലും രണ്ടാമത്തെ പകുതി കുംഭക്കൂറിലുമായിട്ടാണ് വരുന്നത്. അപ്പോൾ മകരക്കൂറുകാർക്ക് സൂര്യൻ 11-ലാണ്, കുംഭക്കൂറുകാർക്ക് 10-ലുമാണ്. അപ്പോൾ അതുകൊണ്ട് 2 കൂട്ടർക്കും ഗുണകരമാണ്. സൂര്യൻ 10-ൽ സഞ്ചരിക്കുമ്പോൾ ഔദ്യോഗികമായ ഔന്നത്യവും നല്ല അംഗീകാരം, രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അനുയായികളിൽ നിന്നുള്ള ബഹുമാനം, ഇതൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമാണല്ലോ. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടാലും വിജയം നേടുന്നതാണ്. പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നല്ല അംഗീകാരം കിട്ടും. പിതൃപുത്ര ബന്ധമൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്. മക്കളുടെ നേട്ടങ്ങളിലൊക്കെ അഭിമാനിക്കാനുള്ള അവസരങ്ങളുണ്ടാകും. കുംഭക്കൂറുകാർക്ക് കുറച്ചുകൂടെ ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാകും. മൂലത്രികോണത്തിലാണ് ശനി ഇപ്പം സഞ്ചരിക്കുന്നത്. അവർക്ക് ആഡംബര വസ്തുക്കളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും, വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആഭരണമോ പുതിയ ഫർണിച്ചറോ അല്ലെങ്കിൽ വീടൊന്ന് പുതുക്കി നല്ലൊരു വീടാക്കുകയോ എന്ത് വേണേലും ചെയ്യാം. പക്ഷേ ചിലവ് വർദ്ധിക്കും എന്നുള്ളത് മറ്റൊരു വശത്തുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ശനിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. ശനി നമ്മളെ ഒരു അധ്യാപകനെ പോലെ പല കാര്യങ്ങളും പഠിപ്പിക്കും. ആഡംബരം വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചിലവും ഉണ്ടാവും. മകരക്കൂറുകാരെ സംബന്ധിച്ച് ദാമ്പത്യത്തിൽ ചെറിയ കലഹമുണ്ടാകാം. ചൊവ്വയുടെ ഒരു പ്രശ്നം ഉണ്ടാകാം, ദുസ്ഥാനത്താണെന്നുള്ളത്. പിന്നെ അവിട്ടം രണ്ടാമത്തെ പകുതി ജനിച്ചവർക്ക് ശത്രുക്കളുടെ മേൽ വിജയം നേടാനായിട്ട് സാധിക്കും. ചതയ നക്ഷത്രമാണ് അടുത്തത്. അവർക്ക് നല്ല ആലോചിച്ച് പ്രവർത്തിച്ച് മറ്റുള്ളവർക്ക് ഗൈഡൻസ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. മറ്റുള്ളവർക്ക് ഉപദേശമൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. അവനവനും നല്ല രീതിയിൽ മുന്നോട്ട് പോകും. മറ്റുള്ളവരെ കൂടെ മാറ്റിയെടുക്കാനുള്ള നല്ലൊരു പ്രവർത്തനവും ചെയ്യാൻ സാധിക്കും. തടസ്സങ്ങളൊന്നും വന്നാൽ പെട്ടെന്ന് മുന്നോട്ട് പോവുകയില്ല. വീണ്ടും ശ്രമിച്ച് ഏതൊരു കാര്യവും സാധിച്ചെടുക്കാനുള്ള ആർജവവും ഉത്സാഹവും ഒക്കെ ഉണ്ടാകും. എതിരാളികളെയൊക്കെ ആക്രമിച്ച് തന്നെ തോൽപ്പിക്കേണ്ടിടത്ത് അങ്ങനെ ചെയ്യും. നയം കൊണ്ട് തോൽപ്പിക്കേണ്ടിടത്ത് അങ്ങനെയും ചെയ്യാൻ സാധിക്കും. അങ്ങനെ വ്യാപാരത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ഒക്കെ ഗുണകരമായ കാലഘട്ടമാണ്. പക്ഷേ ചതയ നക്ഷത്രത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? ജന്മക്കൂറിലാണ് ശനി സഞ്ചരിക്കുന്നത്. രാശിനാഥനാണ്, മൂലത്രികോണ രാശിയാണ്. അപ്പോൾ അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. അലച്ചിലുകൾ രോഗങ്ങളായിട്ട് മാറാതെ ശ്രദ്ധിക്കണം. ഈ ശനിയുടെ വക്രഗതി മാതി നേർഗതി ഉണ്ടാകുമ്പോഴത്തേക്കും പെട്ടെന്നൊരു എടുത്തിയാട്ടമൊക്കെ ഉണ്ടാകാം. പക്ഷേ ആലോചിച്ച് പെരുമാറിയാൽ മതി. എന്താണേലും വിജയം നേടാനായിട്ട് സാധിക്കും. 7.5 ശനിയുടേതായ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ശനി സ്വന്തം രാശിനാഥനായതുകൊണ്ട് ആ ദോഷങ്ങൾ കുറയുകയും ചെയ്യും. സാങ്കേതിക വിഷയങ്ങളിലൊക്കെ അറിവ് നേടാൻ സാധിക്കും. സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഉപഭോക്താക്കൾ ധാരാളമായിട്ട് വന്നു ചേരുന്നതാണ്. നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിൽ ഏറ്റവും അത്യാവശ്യമുള്ള പല കാര്യങ്ങളും ഈ സമയത്ത് നമുക്ക് ഏതാണെന്ന് തിരിച്ചറിയാനും ആ രീതിയിലുള്ള വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോയിട്ട് നല്ല ലാഭം ഉണ്ടാക്കാനൊക്കെ സാധിക്കും. വീട് മാറി താമസിക്കാനുള്ള സാധ്യതയുണ്ട്. വീടിൻ്റെ പണിക്ക് വേണ്ടിയാകാം, അല്ലെ മറ്റെന്തെങ്കിലും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കാനുള്ള സാധ്യത ഉണ്ട്. അടുത്ത പൂരുരുട്ടാതിയാണ്. പൂരുരുട്ടാതിയും 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 3/4 ഭാഗം കുംഭക്കൂറിലും അവസാന 1/4 ഭാഗം മീനക്കൂറിലുമാണ് വരുന്നത്. കുംഭക്കൂറുകാർക്ക് പലതരം നേട്ടങ്ങൾ ഉണ്ടാകും. നേരത്തെ തടസ്സപ്പെട്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ സാധിച്ചു കിട്ടും. ബിസിനസ് പുതിയൊരു വഴിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കും. ധനമൊക്കെ വലിയ തടസ്സം കൂടാതെ കയ്യിലേക്ക് എത്തിച്ചേരും. സ്ഥലമിടപാടുകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. സ്ഥലം വിൽക്കാനൊക്കെ സാധിക്കും, അല്ലെങ്കിൽ വാങ്ങിക്കണം എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിക്കും. ലാഭം
വിൽപ്പന നടത്തുന്നവർക്ക് ലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കുമ്പം ലാഭത്തിൽ ആ സ്ഥലം കിട്ടാനോ സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്ത് കുറച്ച് എതിർപ്പുകളുണ്ടാകുമെങ്കിലും എതിരാളികളെ തോൽപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നെ പൂരുട്ടാതിക്കാർക്ക് ചെറിയൊരു മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് രാഹു ഒരു വശത്തും ശനി മറുവശത്തുമായിട്ടാണ് അവരുടെ നക്ഷത്രം നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ജന്മനക്ഷത്രത്തിൻ്റെ രണ്ട് വശത്തും പാപഗ്രഹങ്ങൾ വരുമ്പം, അതും നല്ല കടുത്ത പാപഗ്രഹങ്ങൾ വരുമ്പോഴുള്ള സമ്മർദ്ദമുണ്ടല്ലോ, അത് കുറച്ച് നാളത്തേക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഈ മാസത്തെ പൂരുട്ടാതിക്കാരുടെ ഫലം. മീനക്കൂറിൽപ്പെട്ട പിന്നെ പൂരുട്ടാതി അവസാന പാദത്തിൽ ജനിച്ചവർ, അവർക്ക് വലിയ നേട്ടങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല. വ്യാപാരത്തിലാണെങ്കിലും വലിയ ലാഭങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. എങ്കിലും വലിയ ദോഷകരമല്ല. ശനി ഇപ്പം അങ്ങോട്ട് സഞ്ചരിച്ച് വരികയാണല്ലോ. ശനി അടുത്ത രാശിയിലേക്ക് കടക്കാനുള്ള രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മീനക്കൂറിൽ വരുന്ന പൂരുട്ടാതിക്കാരെ സംബന്ധിച്ച് അവരുടെ ജന്മനക്ഷത്രത്തിൽ കൂടെ ശനി സഞ്ചരിക്കുന്നതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകൾ അവർക്ക് ഇപ്പോൾ അനുഭവപ്പെട്ടേക്കും. പിന്നെ 7.5 ശനിയുടെ ആദ്യ ഭാഗമാണല്ലോ അവർക്ക്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാം. എങ്കിലും തീരെ മോശമല്ല. അടുത്ത ഉത്രട്ടാതിയാണ്. അപ്പോൾ ഉത്രട്ടാതിക്കാർക്ക് സാമാന്യമായ നേട്ടങ്ങൾ ഉണ്ടാകും. സൂര്യൻ 8-ൽ നിന്ന് മാറുന്നത് ഗുണകരമായിട്ട് വരും. അതുപോലെ തന്നെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ദശാനാഥനാണല്ലോ ശനി. ഈ ശനി നേർഗതിയിലേക്ക് വരുന്നത് കൊണ്ട് കുറച്ച് ഗുണഫലങ്ങൾ അതുമൂലം ഉണ്ടാകും. പക്ഷേ ഇതേ സമയത്ത് തന്നെ 7.5 ശനിയുടെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടും വരും. 7.5 ശനിയുടേതായ ചില ബുദ്ധിമുട്ടുകൾ, മനപ്രയാസങ്ങൾ, തടസ്സങ്ങൾ ഇതൊക്കെ ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ കുറച്ച് കാര്യങ്ങളും ഉണ്ടാകും. ഉദ്യോഗത്തിൽ വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാം. സഹപ്രവർത്തകരിൽ നിന്നും ചിലർ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. വ്യാപാരത്തിൽ നിന്നും ന്യായമായ ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. ചില അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടാം. മനസ്സിനൊന്നും വിഷമിക്കേണ്ട, അതൊക്കെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് മനസ്സിലാക്കിക്കോണം. അപ്പോൾ അവസര നഷ്ടം എന്ന് പറയുന്നത് ഈ സമയത്തുണ്ടാകാം. നമ്മൾ പ്രിയപ്പെട്ടവരെന്ന് വിചാരിച്ചിരുന്ന ചിലർ ശത്രുക്കളായി തീരാം. ഒരു കണക്കിന് നല്ലതാണ്. ഈ മനസ്സ് മാറുന്ന ആൾക്കാർ അല്പം മാറി നിൽക്കുന്നതാണ് നല്ലത് എന്നങ്ങ് വിചാരിക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിൻ്റെ പിന്നിൽ ഒരു നന്മയും കൂടെ വരും എന്ന് പ്രതീക്ഷിച്ചാൽ മതി. കടബാധ്യതകൾക്ക് ഭാഗികമായിട്ട് നമുക്ക് തിരിച്ചടയ്ക്കാനായിട്ട് സാധിക്കും. പൂർണ്ണമായിട്ടും കടബാധ്യത തീർക്കാൻ പറ്റില്ല. പിന്നെ ദൂരെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, നാട്ടിലേക്ക് വരാൻ ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാത്തിരുന്നാലും അത് സാധിക്കുന്നതാണ് ഈ മാസം. പിന്നെ സംഘടനകളുടെയൊക്കെ തലപ്പത്തിരിക്കുന്നവർക്ക് അനുയായികളിൽ നിന്ന് പലവിധ എതിർപ്പുകൾ ഈ സമയത്ത് ഉണ്ടാകാം. ഇനിയുള്ളത് രേവതി നക്ഷത്രക്കാരുടെ ഫലമാണ്. രേവതി മീനക്കൂറിലാണ്. അവർക്ക് ഈ മീനക്കൂർ എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ആധിപത്യമുള്ള രാശിയാണല്ലോ മീനക്കൂർ. വ്യാഴത്തിൻ്റെ ആധിപത്യമുള്ള രാശിയാണ്. ഈ വ്യാഴം പക്ഷേ മീനക്കൂറുകാരുടെ 3-ലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ശനിയാണെങ്കിൽ 12-ലും. അപ്പം 7.5 ശനിയുടെ ആദ്യ ഭാഗവുമാണ്. അതുകൊണ്ട് പിന്നെ രാഹു മീനക്കൂറിൽ സഞ്ചരിക്കുന്നുണ്ട്. ജന്മനക്ഷത്രത്തിലല്ലെങ്കിലും രാഹു അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അനാവശ്യ ചിന്തകൾ മനസ്സിന് സമ്മർദ്ദത്തിന് കാരണമാകും. നിർബന്ധശീലം ഉണ്ടാകും. കുടുംബാംഗങ്ങളുമായിട്ട് തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ നിരന്തരം ഉണ്ടാകും. ഈഗോ ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ചിന്തകൾ എപ്പോഴും ഉണ്ടാകുന്നത് കൊണ്ട് ഒരു തൃപ്തി കാണുകയില്ല ഈ സമയത്ത്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ഈ ഗ്രഹനില കൊണ്ട് ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുക. എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? നമ്മൾ മാക്സിമം സന്തോഷിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കേണ്ട പല കാര്യങ്ങളും മാറ്റി വെക്കേണ്ടതായിട്ട് വരും. ജോലിയിലുള്ളവർക്ക് മേലധികാരികളുടെ അപ്രീതി നേരിടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ജോലി മാറാനായിട്ട് അനുകൂല സമയമല്ല. വ്യക്തിബന്ധങ്ങൾ നിലനിർത്തുക എന്നുള്ളത് ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും. മാസത്തിൻ്റെ 2ാം പകുതി സാമാന്യം നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ്. സാമ്പത്തിക ക്ലേശങ്ങൾക്ക് മാസത്തിൻ്റെ 2ാം പകുതിയിൽ ആശ്വാസം ഉണ്ടാകുന്നതാണ്. ആ സമയത്ത് മനപ്രയാസമൊക്കെ കുറയുന്നതാണ്. പിന്നെ ബന്ധുഗുണം ഉണ്ടാകും, സഹോദര ഗുണം ഉണ്ടാകും. സഹപ്രവർത്തകരിൽ ചിലരിൽ നിന്ന് എതിർപ്പ് നേരിടാനുള്ള സാധ്യതയും ഉണ്ട്.
അപ്പോൾ ഇതാണ് നമുക്ക് മീനക്കൂറിൽ പെടുന്ന രേവതി നക്ഷത്രക്കാരുടെ ഫലം പറയാനുള്ളത്. അപ്പോൾ ഓരോ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചും ഇപ്പോഴുള്ള നിലവിലുള്ള എല്ലാ ഗ്രഹങ്ങളെയും കണക്കിലെടുത്തുമാണ് ഈ ഫലം തയ്യാറാക്കിയിട്ടുള്ളത്. മിക്കവാറും എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഏതാണ്ട് 3/4 പങ്ക് ഫലങ്ങളും ഈ മാസത്തെ അനുഭവം വെച്ച് ഒത്തുവരുന്നതായിരിക്കും എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. അപ്പോൾ നിങ്ങൾ അവരവരുടെ നക്ഷത്രനാഥനായ ദേവതയ്ക്ക് വഴിപാടുകൾ ചെയ്യുക. രോഗ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക്, അങ്ങനെ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ മഹാദേവന് വഴിപാടുകൾ ചെയ്യുക. വിദ്യാഭ്യാസ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവർ ശ്രീകൃഷ്ണ ഭഗവാന് നെയ്വിളക്ക് തെളിയിക്കുക, വെണ്ണ സമർപ്പിക്കുക, മഞ്ഞപ്പട്ട് സമർപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാം. തുളസി ഇതളുകൾ കൊണ്ട് അർച്ചന ചെയ്യാം, തുളസി ഇല കൊണ്ട് അർച്ചന ചെയ്യാം, അല്ലെങ്കിൽ തുളസി മാല കെട്ടി സമർപ്പിക്കാം. പിന്നെ ഈ ചൊവ്വ നീച രാശിയിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ചൊവ്വയുടെ ആ ദോഷാവസ്ഥയ്ക്കുള്ള ഫലം കൂടെ പരിഹാരം കൂടെ എല്ലാവരും ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ചൊവ്വ അനിഷ്ട സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർ. അപ്പോൾ അവർ ദേവീക്ഷേത്രത്തിലും സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുമെങ്കിൽ അവിടെയും വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. വഴിപാട് എന്നൊക്കെ പറഞ്ഞാൽ അർച്ചനയോ അല്ലെങ്കിൽ എന്തെങ്കിലും നെയ്വിളക്കോ എന്തെങ്കിലും സമർപ്പിച്ചാൽ മതി, ഭസ്മോ, അങ്ങനെ നിങ്ങളുടെ പോക്കറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സ് പൂർണ്ണമായിട്ടും ഭഗവാന്റെ അല്ലെ ഭഗവതിയുടെ പാദങ്ങളിൽ സമർപ്പിച്ച് തന്നെ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് വളരെ ചുരുക്കത്തിലാണിത് പറഞ്ഞത്. നിങ്ങൾക്ക് ഇതൊക്കെ പ്രയോജനപ്രദമാകുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പരിചയമുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും എന്നും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുണഫലങ്ങൾ എപ്പോഴും കൂടുതലായിട്ടുണ്ടാകട്ടെ എന്ന് ഭഗവാനോട് എന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.